വാരാണസി ന്യൂദില്ലി വന്ദേ ഭാരത് എക്സ്പ്രസിൽ ചോർച്ച എന്നാണ് റിപ്പോർട്ടുകൾ. എന്തുപറ്റി നമ്മുടെ വന്ദേ ഭാരതിന്? വിനീഷ്, ഏതായാലും വന്ദേ ഭാരതിനെതിരെ കൂടുതൽ പരാതികൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ഒരു പരാതിയാണ് വന്ദേ ഭാരതിലെ ന്യൂദില്ലി വാരണാസി എക്സ്പ്രസിൽ ചോർച്ച എന്നുള്ള ചില ദൃശ്യങ്ങളാണ് സഹിതമല്ല തന്നെ ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിനി യാത്ര ചെയ്തപ്പോൾ ആ വിദ്യാർത്ഥിനി പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ന്യൂദില്ലിയിൽ നിന്നും വാരണാസിയിലേക്ക് പോകും വഴി പെട്ടെന്ന് മഴ പെയ്യും പോലെ ദേഹത്തേക്ക് വെള്ളം ചാടുകയും നോക്കുമ്പോൾ AC-യുടെ ഹോളിൽ നിന്നും മഴ പെയ്യും പോലെ വെള്ളം ഇറങ്ങിയായിരുന്നു. എന്തായാലും ഈ അറ്റകുറ്റപ്പണികളും മറ്റും നടത്താത്തതിലുള്ള ഒരു സംഭവവികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രതിഷേധമാണ്. നമുക്കറിയാം, ഇതിൽ കൃത്യമായി ഒരു അത്യാധുനിക സംവിധാനത്തോടു കൂടിയ പ്രീമിയം രീതിയിലുള്ള പ്രീമിയം യാത്ര നൽകുന്ന ഒന്നാണ് വന്ദേ ഭാരത് എന്നുള്ളതാണ് മോദി സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ വന്ദേ ഭാരതിനെയും കൃത്യമായി അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇതിൽ ദർശിൽ മിശ്ര എന്ന വിദ്യാർത്ഥിയാണ് ഈ ഒരു ദൃശ്യങ്ങൾ പകർത്തി അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത്. ഈ വിദ്യാർത്ഥി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് കൃത്യമായി ഇത്തരത്തിൽ ദേഹത്തേക്ക് വെള്ളം ചാടുകയും അതോടൊപ്പം തന്നെ താൻ നനഞ്ഞ് കുളിക്കുന്ന ഒരു അവസ്ഥയായി മാറുകയും ചെയ്തു. മാത്രമല്ല തൻ്റെ കയ്യിലിരുന്ന ലാപ്പും വസ്ത്രമെല്ലാം നിലയും നനഞ്ഞ് നശിക്കുന്ന സാഹചര്യമുണ്ടായി. റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊരു മറുപടിയാണ് ലഭിച്ചതെന്നും ഈ വിദ്യാർത്ഥി പറയുന്നു. TTA ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് പോലുമില്ല. റെയിൽവേ ജീവനക്കാർ എത്തി പിന്നീട് AC ഓഫ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ നടത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നോർത്ത് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ വാരണാസിയിലെ സെഷൻ എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, വന്ദേ ഭാരതിനെതിരെ നിരവധി ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകുന്നൊരു ഇത്തരത്തിലൊരു നാണക്കേടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ വന്ദേ ഭാരതിൽ ഒരു ചോർച്ച, അല്ലെങ്കിൽ ഒരു മഴ പെയ്യും പോലെ യാത്രക്കാരൻ ശരീരത്തിലേക്ക് വെള്ളം വീഴുകയും പൂർണ്ണമായി നനയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. പ്രീമിയം ലെവലിൽ യാത്ര ലഭിക്കുന്ന ഒരു സൗകര്യമുണ്ടെന്നൊക്കെ മോദി സർക്കാർ അവകാശപ്പെടുന്ന വന്ദേ ഭാരതിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഹൈ സ്പീഡ് ലോ സ്റ്റാൻഡേർഡ് എന്ന രീതിയിൽ ക്യാപ്ഷനോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ദൃശ്യങ്ങളടക്കം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. സിബി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വാരാണസി ന്യൂദില്ലി വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് ഇത്തരത്തിലൊരു ചോർച്ച ഉണ്ടായിരിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം യാത്ര തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്.